ദിലീഷ് അഗ്രി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ പുതക്കിഴങ്ങിന് വളരുന്നത് എങ്ങനെയാണെന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത്. പുതക്കിഴങ്ങ് ഞങ്ങൾ കംപ്ലീറ്റ് ചാക്കിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചാക്കിലുണ്ടാക്കിയ വെച്ചാൽ നമുക്ക് എവിടെയും എടുത്തുകൊണ്ടുപോയി വെക്കാനൊക്കെ സുഖമാണ്. പിന്നെ ഇതിൽ ഞങ്ങളിപ്പോൾ ആദ്യം ഇംഗ്ലീഷ് വളം ഉണ്ടാക്കുന്ന സാധനമാണിത്. ഇതിൽ മണ്ണിര കമ്പോസ്റ്റാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഉണ്ടല്ലേ, ഇതേമാതിരി മണ്ണിര കമ്പോസ്റ്റാണ് ഇടേണ്ടത്. ഇത് നല്ല വെയിലാണ് ഇതിന് വേണ്ടത്. പിന്നെ നല്ല ഹൈറ്റിലേക്ക് ഇത് പടരും വേണം, എന്നാൽ കണ്ടമാനം സാധനം ഉണ്ടാവും. ഹൈറ്റിലേക്ക് ചാക്കിലുണ്ടാക്കിയാൽ എന്താ വെച്ചാൽ നമുക്ക് ഒറ്റ കായക്ക് പോലും കിഴങ്ങിന് പോലും നമുക്ക് ഇതിൻ്റെ ഗുണം. പിന്നെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണാണ് ഇട്ടിട്ടുണ്ട്. മണ്ണിട്ടാൽ ഇത് നല്ല ഉഷാറായിക്കോളും. ഇതേമാതിരി മണ്ണ് ഇട്ട് കൊടുത്താൽ പിന്നെ അതിൽ നല്ല ഉഷാർ. ഞാൻ ചാക്കിലുണ്ടാക്കിയപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ എല്ലാം സാധനം ഉണ്ടായി. പറിക്കാൻ സുഖമാണ്. തൊണ്ണൻ്റെ പ്രശ്നം വരില്ല. തൊണ്ണം പൊതുവേ തിന്നാത്തൊരു സാധനമാണിത്. കാരണം എന്ന് വെച്ചാൽ ഇത് കടിക്കുമ്പോൾ ഇതിൻ്റെ കിഴങ്ങിന് ഒരു ഇതുമാതിരി വരുന്നുണ്ടാവും. ഒരു കൊഴുപ്പാണ് വരിക. അപ്പം എന്നിട്ട് തൊണ്ണൻ അങ്ങനത്തെ ഐറ്റംസൊന്നും തിന്നൂല. ഇത് കൊല്ലങ്ങളോളമായിട്ട് ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടുള്ള വിത്തിൻ്റെ ഒരു ഇതാണ്. അതേമാതിരി അതിൻ്റെ മണ്ണൊക്കെ കുറവേ മണ്ണിട്ട് കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഇതിൽ ചെയ്യുക എന്താ വെച്ചാൽ ചാണക സ്ലറി മാത്രമേ ഇതിന് ഒഴിക്കുകയുള്ളൂ. ഉണ്ടോ, ഇതേമാതിരി മണ്ണിട്ട് കൊടുക്കുക. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കുക. ഇടോ, മണ്ണ് കുറവായിന് ഇതിൽ. ഇത് നമുക്ക് ഏപ്രിൽ മാർച്ചിലൊക്കെ നമുക്കിത് പറിക്കാൻ പറ്റിയ സാധനം. അപ്പോൾ ഒരു ബ്ലേഡ് വെച്ചാണ്ട് കീറി ചെയ്യുക. തട്ടിക്കാൻ ഒരൊറ്റ കിഴങ്ങും നമുക്ക് ഡാമേജ് ഉണ്ടാവില്ല. പിന്നെ നല്ല വെയിലും വേണം, നല്ല ഹൈറ്റിൽ ഇത് പറിക്കും വേണം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ വെച്ചത്. കഴിഞ്ഞ പ്രാവശ്യക്കൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. പ്രാവശ്യം ഇവിടെ മരം മുറിച്ചതിലെ കുറച്ച് ഡാമേജ് വന്നു തയ്ക്കുക. അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ. അതേമാതിരി മണ്ണിട്ടിട്ട് അങ്ങോട്ട് റെഡിയാക്കാം. ഉണ്ടോ, ഇതേമാതിരി കൊണ്ട് ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളെ വീട്ടിൽ വളരെ വൃത്തിയായിട്ട് ചെയ്യുക. ഇത് പറിക്കാനാണ് ഇതിൻ്റെ സുഖം. മറ്റേ പറിക്കുമ്പോൾ നമ്മൾ ഈ കിഴങ്ങിനൊക്കെ ഡാമേജ് വന്നാണ്, കൈക്കോട്ട് കൊണ്ട് കൊത്തിയൊക്കെ പോവും. ഇതങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ ഇനി അവിടെ കുറച്ചും കൂടെ ഇടാണ്ട് ഇതൊക്കെ ഒന്നുകൂടെ കാട്ടുക.
വളാണ്ടിട്ടാൽ മതി നോക്ക്. മണ്ണ് കോരിയിടുക. ചാക്കിലാണ്ട് ഒരു പൊടി ഇംഗ്ലീഷ് വളം ഞങ്ങളിത് ഇട്ടിട്ടില്ല. ഇംഗ്ലീഷ് വളം ഇടാഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും വിത്തിന്. കേട്ടോ, നല്ല ടേസ്റ്റിൽ സാധനം കിട്ടും. അതായത് ഇംഗ്ലീഷ് വളം ഇടാഞ്ഞാലേ ഗുണം. അപ്പോൾ എൻ്റെ പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.